അല്ല, ഒരു കാര്യം വ്യക്തമാണല്ലോ, നമ്മൾ സിൽവർ ലൈൻ പദ്ധതിയെ ഞങ്ങൾ എതിർത്തു. എന്തുകൊണ്ടാണ്? അതിൻ്റെ DPR കണ്ടു. അത് കേരളത്തിലൊരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും. ആ പദ്ധതി കേരളത്തിലെ സാമ്പത്തികമായി തകർക്കും. അത് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞതാണ്. അതിനുശേഷം കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ പറയും ഞങ്ങളതിനെ എതിർക്കുന്നില്ല, പദ്ധതി എന്താണെന്ന് അറിയട്ടെ, നമുക്ക് നോക്കാമെന്ന് പറയും. ഞാനത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എന്താണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ എതിർത്തു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ അനുകൂലിച്ചു. ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത്, റെയിൽവേക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം. അവർ പദ്ധതി പ്രഖ്യാപിക്കട്ടെ. ഈ ശ്രീധരനെ പോലത്തെ ഒരാളാണത് പറഞ്ഞത്. അത് വരട്ടെ, നമുക്ക് നോക്കാം, ഞങ്ങളതിനെ എതിർക്കുന്നില്ല, വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത്, എന്തെല്ലാം. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ. അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് പറയാം. മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പറയാം, പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല. ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ല. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവർ. ശ്രീധരനെ മാറ്റരുത്, ശ്രീധരനെ ആരും മാറ്റാൻ പോയില്ല, ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്. ശ്രീധരനെ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞൊരു കഥ ഇതേ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ അന്ന് സമരം നടത്തി, ശ്രീധരനെ മാറ്റരുത്. ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല, വരണം. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോൾ കേരളത്തിന് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ. പോണ പോക്കിലാണ് ഇത് പറഞ്ഞത്. 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോണ പോക്കിലാണ് ഇത് പറയുന്നത്. അത് എന്ത് പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത്. ഒരു പ്രാരംഭ പഠനം നടത്താതെ ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല പദ്ധതിയാണ്, ഞങ്ങളത് പരിശോധന നടത്തും. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. അല്ല, സ്പ്രിംഗ്ലർ കേസിന് ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്പ്രിംഗ്ലർ കേസ് ഇട്ടിട്ട് ഓടിയതാരാണ്? സ്പ്രിംഗ്ലർ കേസ് അത് വേണ്ട എന്ന് വെച്ചിട്ട് അത് ഇട്ടിട്ട് ഓടിയതാരാണ്? പിണറായി വിജയനാണ് വേണ്ടെന്ന് വെച്ചത്. അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ അത് നടപ്പായില്ലല്ലോ. പിന്നെ കോടതി എന്ത് പറയാനാ? കോടതി നടപ്പാക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള കുഴപ്പങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയത്. ഒരു കുഴപ്പവും ആ പദ്ധതിക്ക് ഇല്ലെങ്കിൽ ഇട്ടിട്ട് ഓടിയെന്തിനാ? പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഇട്ടിട്ട് ഓടുന്ന അത്രേ ധൈര്യമുള്ളോ? ഞാൻ കരുതുന്നില്ല. അല്ലല്ല, ആ ഡേറ്റ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏജൻസി അല്ല സ്പ്രിംഗ്ലർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരിട്ടിട്ട് പോയല്ലോ, പദ്ധതി ഇട്ടിട്ട് പോയല്ലോ, പിന്നെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ കോടതിക്ക് എന്ത് പറയാൻ പറ്റും? അതൊക്കെ കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും. കോടതി നടപടി എടുത്തുകൊണ്ടല്ലേ 3 CPM നേതാക്കന്മാർ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളാടത്തിന് ജയിലിൽ കിടക്കുന്നത്. അതാ, അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? കോടതിയിൽ ആര് കേസിന് പോയാലും അനുകൂലമായാലും പ്രതികൂലമായി വരും. 2 കേസ് ടൈം ഡിലേഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിൻ്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്റ്റ് ചെയ്തത്. അത് ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആ കേസ് എടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്ന് ആ 2 കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല. ഈ ഞാനും രമേശ് ചെന്നിത്തലയും കൊടുത്തത് ഫോണിലും ക്യാമറയുടെ കേസിലാണ്. ആ 2 കേസിലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. വൈകിപ്പോയി എന്നുവെച്ചാൽ അത് പദ്ധതി പൂർത്തിയായി. ആ സമയത്ത് ഇനിയിപ്പോൾ അത് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത് ഇൻഫ്രക്ച്വസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി കേസ് തള്ളിയത്. അല്ല, അത് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ. കേസ് ഫയലിൽ സ്വീകരിച്ചല്ലോ.
പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ചു. കേസ് ഫയലിൽ സ്വീകരിച്ച് ആ കേസ് നടത്തി. മറ്റേ കേസിൽ പണം കൊടുത്തത് തടഞ്ഞു വെച്ചു. കാരണം പ്രൈമാ ഫസി ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ 2 കേസിലും പറഞ്ഞത് ഇപ്പോൾ ഇൻഫ്രക്ഷസ് ആയി, കാരണം ആ പദ്ധതി നടപ്പിലായി.